പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ ബി.ജെ.പിയിൽ നേതാക്കൾ തമ്മിലുള്ള പോര് മുറുകുന്നു. ബി.ജെ.പി നേതൃത്വത്തിനെതിരെയും സി കൃഷ്ണകുമാറിനെതിരെയും ആഞ്ഞടിച്ച് ബി.ജെ.പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ രംഗത്തെത്തി. തോൽവിയിൽ നഗരസഭാ കൗൺസിലർമാരെ താൻ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് സി കൃഷ്ണകുമാർ പ്രതികരിച്ചു. പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ ബി.ജെ.പി ഭരണമുള്ള നഗരസഭയെ പഴിചാരി നേതൃത്വത്തിന് നൽകിയ വിശദീകരണം പുറത്തായതോടെയാണ് പൊട്ടിത്തെറികളുടെ തുടക്കം. കൗൺസിലർമാർക്കെതിരായ വിമർശനത്തിൽ പാലക്കാട്ടെ പ്രഭാരി പി രഘുനാഥിന് മറുപടിയുമായി ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ രംഗത്തെത്തി. സി കൃഷ്ണകുമാറിനും വിമർശനം. രഘുനാഥിന്റെ ബൂത്തിന്റെ കാര്യം നോക്കിയാൽ മതി. ഇലക്ഷൻ സമയത്ത് ഓഫീസിൽ ഇരിക്കുന്നതല്ല ഉത്തരവാദിത്വം, വീടുകളിൽ പോകേണ്ടത്. ആ പണിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ രഘുനാഥ് പറഞ്ഞ ആൾ 6 മാസം ഇവിടെ താമസിക്കുന്നുണ്ട്, ഒരു കൊല്ലമായിട്ട്. അയാൾക്ക് പാലക്കാട് നഗരത്തോളം 4 അതിർത്തികൾ അറിയൂ. അയാൾ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ ബി.ജെ.പിയുടെ മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അയാൾ യുവമോർച്ചയുടെ ബൂത്ത് പ്രസിഡന്റ്. അയാൾ എന്നെ ഒന്നും പഠിപ്പിക്കണ്ട. അയാൾ എന്ത് പറഞ്ഞു എനിക്കറിയാം. നഗരസഭയ്ക്കെതിരായ വിമർശനങ്ങളിൽ നേതൃത്വത്തിനെതിരെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ തുറന്നടിച്ചു. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും പ്രമീള ശശിധരൻ. ജനങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ കൃഷ്ണകുമാർ വേണ്ട, എപ്പോഴും ഒരേ സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ള രീതിയിൽ നമ്മളോട് പറഞ്ഞു. നിങ്ങൾക്ക് വേറെ ആരെയും നിർത്താനില്ലേ, നിങ്ങളെന്താ ബി.ജെ.പിയിൽ ഇവർ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ സംസ്ഥാന ഘടകത്തോട് പറഞ്ഞിരുന്നു, അതിലൊരു മാറ്റം വേണം. തോൽവിക്ക് കാരണം കൗൺസിലർമാർ എന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് സി കൃഷ്ണകുമാർ. നഗരസഭാ കൗൺസിലർമാരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ മാധ്യമങ്ങൾ പറയണതല്ലേ. അവരെ ഏൽപ്പിച്ച ദൗത്യം അവർ കൃത്യമായിട്ട് 100% 110% നന്നായി നിർവഹിച്ചു എന്നുള്ള അഭിപ്രായക്കാരനാണ് ആള്. ഇതിനിടെ UDF വിജയത്തിന്റെ ഭാഗമായി നടന്ന ലഡു വിതരണത്തിൽ നഗരസഭാ അധ്യക്ഷ പങ്കാളിയായതിനെതിരെ സി കൃഷ്ണകുമാർ വിഭാഗം രംഗത്തെത്തി. നഗരസഭയിലെ UDF കൗൺസിലർമാർ നടത്തിയ ആഘോഷത്തിൽ ലഡു സ്വീകരിച്ചതാണ് വിവാദമായത്. എൻ ശിവരാജന് മധുരം നൽകാൻ ശ്രമിച്ചെങ്കിലും ബി.ജെ.പി പ്രവർത്തകർ തടയുകയായിരുന്നു. 24 പാലക്കാട്.